ഹായ് ഗൈസ്, നമ്മൾ ബജാജിലൊരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 50 ക്വാണ്ടിറ്റി നമ്മൾ ഷോർട്ട് ചെയ്ത ലെവല് 6112 ഓക്കെ. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 40 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് സ്റ്റോപ്പ് ലോസ്. എഗെയിൻസ്റ്റ് ടാർഗറ്റ് 80 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഏതാണ്ട് 1000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഈ ഒരു എൻട്രി എടുക്കാനുള്ള മേജർ റീസൺ, ഞാൻ എൻട്രി ടൈം ചെയ്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് എൻട്രി എടുത്തത്. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുമെന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇറ്റായി കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ ലോസ് വരും. ടാർഗറ്റ് ഇറ്റാവണമെന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് 1:2 കിട്ടും, അതായത് 4000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 500 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്യും. സോ 1:1 കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഫോളോ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രേഡ് എടുക്കാൻ എനിക്ക് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്. സോ എൻട്രി എടുക്കാനുള്ള റീസൺ നമ്പർ 1 ഇതാണ്. ഞാൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് എൻട്രി ടൈം ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, എനിക്കൊരു 2000 രൂപ ലോസ് വന്നിട്ടുണ്ട്. 1958 രൂപ ഇന്നലെ എനിക്ക് ലോസ് ആണ്. സോ ഇപ്പം തന്നെ എനിക്ക് ആ ഒരു ലോസ് ഏതാണ്ട് കവറായി. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ട്രേഡ് എടുക്കാൻ നേരത്ത് ഞാൻ 1:2 ആണ് മിനിമം നോക്കുന്നത് റിസ്ക് റിവാർഡ്. അപ്പോൾ അതിൽ എത്ര കുറവ് കിട്ടിയാലും ഞാൻ എക്സിറ്റ് ആവത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എൻ്റെ റിസ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2000 രൂപ റിസ്ക് വെച്ചിട്ടാണ് ഈ ട്രേഡ് എൻട്രി എടുത്തത്. അപ്പോൾ വേണമെങ്കിൽ തിരിച്ച് കയറിപ്പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വന്നിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് എനിക്ക് 2000 രൂപ ലോസ് വരാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ ഞാനത് എന്തായാലും എക്സിറ്റ് ആവത്തില്ല. അപ്പോൾ ഇതൊരു ഇമോഷണൽ കൺട്രോളിങ് എക്സസൈസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്ക്, അതായത് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ട്രേഡ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ ടാർഗറ്റ് ഇട്ടാവേണ്ട എക്സിറ്റ് ആവത്തില്ല. ഞാൻ അറൗണ്ട് 60 ലൈവ് ട്രേഡ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നിലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ ടാർഗറ്റിന് മുന്നേ എക്സിറ്റ് ആവുന്നത്. ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഇമോഷൻസ് ഏറെക്കുറെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റീസൺ നമ്പർ 1 ഈ ഒരു വെഡ്ജ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയാം. ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ടാണ്. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് ഫിബൊനാച്ചി എടുത്തിട്ട് ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ വരച്ചാൽ എക്സാക്ട്ലി റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് 0.5% ആണ്. 50% ആണ്. 0.5 റീട്രേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. സോ ഫിബൊനാച്ചിയുടെ ബ്യൂട്ടി ഇതാണ്. നമുക്കൊരു ക്ലിയർ ഇൻഡിക്കേഷൻ കിട്ടി, ബ്രേക്ക് ഔട്ട് വന്നു, എൻട്രി എടുത്തു. ബ്രേക്ക് ഔട്ട് മുന്നേ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ടൈം ഒന്നും ആയിട്ടില്ല. നോക്ക് 9:30 ആയിട്ടാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. അപ്പോൾ അതിന് മുന്നേ എൻട്രി എടുക്കുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 2 റീസണായി. മൂന്നാമത്തെ റീസൺ 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് തന്നെയാണ്. ഓക്കെ, കുറേ നാളായിട്ട്, അതായത് ഒരു 2 ആഴ്ചയെങ്കിലായിട്ട് ഡൗൺ സൈഡ് തന്നെയാണ്. അപ്പോൾ ഇൻ എ ഡൗൺ സൈഡ് മാർക്കറ്റ് എവറി അപ്പ് സൈഡ് ഈസ് എ സെൽ. ഓക്കെ, ഒരു റീട്രേസ്മെൻറ്റ് വരുന്നതെല്ലാം സെല്ല് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഓവറോൾ ട്രെൻഡ് ഡൗൺ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഏതാണ്ട് 5000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സിറ്റ് ആവാം. ഓക്കെ, 5256. സോ നമ്മൾ എക്സിറ്റ് ആയത്, ഓക്കെ, ഇത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആവാം. ഓക്കെ, 6006 നമ്മൾ എക്സിറ്റ് ആയത്. സോ 6006. ഓക്കെ, ഈ ഒരു ലെവലിലാണ് എക്സിറ്റ് ആയത്. ഇപ്പോൾ വീണ്ടും ഫോളോ വരുന്നുണ്ട്. ഏതാണ്ട് 1:1.26 കിട്ടിയിട്ടുണ്ട്. 105 പോയിൻറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ട്രേഡായിരുന്നു. നമ്മൾ 4000 രൂപയാണ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചത്. 5256 രൂപ നമുക്കിവിടെ കിട്ടി. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും ലോസിനെയും കാട്ടി, നമ്മൾ ഉണ്ടാക്കുന്ന ലോസിനെയും കാട്ടി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇന്നലെ എനിക്ക് ലോസ് ആയിരുന്നു. ഇന്നലത്തെ വീഡിയോ ഞാൻ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട്.
2000 രൂപയ്ക്ക് അടുപ്പിച്ച് ലോസ് ആയിരുന്നു, 1900 രൂപയോളം ലോസ് ആയിരുന്നു. പക്ഷേ ഇന്ന് അത് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡബിളിനെക്കാട്ടിയും കൂടുതൽ നമ്മളിവിടെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം വലുതായിട്ട് ലോസ് ഒന്നും വന്നിട്ടില്ല. ഒരു പെർഫെക്റ്റ് ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ എപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിട്ട് ലോസ് വരാതെ പ്രോഫിറ്റ് തന്നെ പോകുന്നത്, അതാണ് ഒരു പെർഫെക്റ്റ് ട്രേഡ്. സോ ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു റീട്രേസ്മെൻറ്റ് എൻട്രി എടുത്തു, പിന്നെ ഫുള്ള് പ്രോഫിറ്റിലായിരുന്നു. സോ എക്സിറ്റും അത്യാവശ്യം നൈസ് എക്സിറ്റ് ആയിരുന്നു. സോ ഇനിയും ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തതെന്നൊക്കെ. സോ 1:1 എത്തിയിട്ട് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ്, വീണ്ടും ഒരു നല്ലൊരു ഫോൾ. ഓക്കെ, അപ്പോൾ സോ ഒരു നല്ലൊരു ട്രേഡായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇത്രയും മതി, ഗ്രീഡ് വേണ്ട. നമ്മുടെ ടാർഗറ്റ് നിങ്ങാടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സോ ഹാപ്പി വിത്ത് ദിസ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ ചെക്കൗട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.